Watch full episodes on Jio Hotstar. അങ്ങോട്ട് നോക്ക്. ആ കാറിൽ നെസർ സിംഗ് ഇരിക്കുന്നത്. അവന് തീർച്ചയായും ആർക്കോ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയും. നമുക്ക് അവനെ ഫോളോ ചെയ്ത് പോവാം. ഡ്രൈവർ ചേട്ടാ, മതി മതി മതി, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. നിങ്ങൾ ആ സ്റ്റിയറിംഗ് ഒന്ന് വിട്. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് നിർത്ത. Come on, boys. ബോസ് ജോലി കഴിഞ്ഞു. ഞാൻ ആ പൗച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അത് ശരി. അടിപൊളി ഷെൻമി. നീ ഇന്ന് ചെയ്ത ജോലി വേറെ ആരെയും കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ ജോലിക്ക് ഫലമുണ്ടായി. ഇതിൽ ഡെവിൾസ് ഹാർട്ടിലേക്ക് എത്തിച്ചേരാനുള്ള മാപ്പ് ഉണ്ട്. ഇതിൽ 3 ഭാഗങ്ങളുണ്ട്. 4ാമത്തെ ഭാഗം ആരുടെ കയ്യിലാണോ അവൻ എന്റെ കസ്റ്റഡിയിലാണ്. ഇത്രയും നേരം അവന്റെ കൂടെ വളരെ നന്നായിട്ടാണ് ഞാൻ പെരുമാറിയത്. ഇനിയിപ്പോ അവന് ആ 4ാമത്തെ ഭാഗം തന്നേ പറ്റൂ. ഏതായാലും നിന്റെ ഈ ജോലി നമ്മളെ സന്തോഷപ്പെടുത്തി ഷെൻമി. ബോസ് വളരെ നന്ദിയുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്കറിയാമോ ഈ ഡെവിൾസ് ഹാർട്ട് എന്താണെന്ന്? ഒരു പക്ഷെ അറിയില്ലായിരിക്കും. ഈ ഡെവിൾസ് ഹാർട്ടിനെ ഞാൻ ഫുൾ മൂൺ ദിവസത്തിൽ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ ഈ ഭൂമിയിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമുണ്ടാവില്ല. ആ ഫുൾ മൂൺ നാളെ രാത്രിയിലാണ്. എന്റെ അടുത്ത് സമയം കുറവാണ്. ഹൾക്ക്, നാളെ രാത്രിക്കകം ആ ആർക്കോടെ കയ്യിൽ നിന്ന് എന്റെ 4ാമത്തെ ഭാഗവും മേടിക്കണം. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക്. അല്ലെങ്കിൽ അവനെ തീർത്ത് കളഞ്ഞേക്ക്. ഡെവിൾസ് ഹാർട്ട് ആരുടെയും കയ്യിൽ പോയി ചേരാൻ പാടില്ല. അതുകൊണ്ട് അതിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വെച്ചാ അതിന്റെ മാപ്പിന്റെ 4 കഷ്ണമാക്കി 4 സ്ഥലത്തായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ ആ 3 ഭാഗങ്ങൾ സ്വന്തമാക്കി. എന്ത് കോപ്രായമായത്! ഇതിനകത്ത് മാപ്പിന്റെ 3 കഷ്ണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അതെവിടെ പോയി? സെൻസി, ഞങ്ങൾ ആ പൗച്ച് ഒരിക്കലും തുറന്നു നോക്കിയിട്ടേ ഇല്ല. ഇത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ കൊടുക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ നീ പറയുന്ന പോലെ ഇതാ ഒറിജിനൽ പൗച്ച് അല്ല. എവിടെയാണ് ഒറിജിനൽ? പറഞ്ഞോ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ തന്നെ കൊന്നുകളയും. ഓർമ്മ വന്നു ബോസ്. അതെ, എയർപോർട്ടിന്റെ അകത്ത് ഞങ്ങളെ ഒരാൾ വന്ന് ഇടിച്ചു. എനിക്ക് തോന്നുന്നത് അവന്റെ അടുത്താണ് ആ പൗച്ച് ഉണ്ടാവുന്നതാണ്. നീ എത്ര ഈസി ആയിട്ടാണ് എന്റെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാട് വ്യർത്ഥമാക്കി കളഞ്ഞത്. നാളെ രാത്രിയിലാണ് ഫുൾ മൂൺ. അതിനു മുമ്പായിട്ട് ആ മാപ്പിന്റെ 3 കഷ്ണങ്ങളും ആ 4ാമത്തെ കഷ്ണവും എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയും. വരൂ. എല്ലാം പോയി. സാർ, ഞങ്ങൾ ആർക്കൊന്റെ ചേട്ടൻ ബോക്സറിനെ പിടിച്ചിരിക്കുന്നു. പക്ഷെ അവരുടെ കൂട്ടുകാർ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹം നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. യൂസ്ലെസ്. നിങ്ങൾ എല്ലാവരും യൂസ്ലെസ് ആണ്. ഞാൻ ഒരു ഗുണമില്ലാത്തവന്മാരെ ആണല്ലോ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്. ഓ, അയാളെ പിടിച്ചോണ്ട് വാ, അല്ലെങ്കിൽ നീയും രക്ഷപ്പെടില്ല. പെട്ടെന്ന് പോ. നമുക്ക് എങ്ങനെയെങ്കിലും ആ നസർ സിംഗിനെ തേടി കണ്ടുപിടിച്ചേ മതിയാവും. ആർക്കോയെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ അവൻ എവിടാണെന്ന് നമുക്കറിയില്ലല്ലോ.
എന്താ നിങ്ങൾ ശരിക്കും ഏതെങ്കിലും ജയിൽ പുള്ളിയെ വിടുവിക്കാൻ വന്നതാണോ? പ്ലീസ് പ്ലീസ് അന്ന് എന്നെ കൂടെ ഒന്ന് സഹായിക്കൂ. ഞാനും ഇവിടെ കുറെ നാളായിട്ടൊരു ബന്ദിയാണ്. അവിടെ ഗോറിയിലേക്ക് ആരാണോ വീക്ക് ഫൈറ്റർ ആയിട്ട് തോന്നുന്നത് അയാളെ എപ്പോഴും ഒരു ബന്ദിയായിട്ടാണ് അയാൾ വെക്കുന്നത്. ഇനിയിപ്പോ ഏതെങ്കിലും ഫൈറ്റർ അയാൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അയാൾ ജയിലിൽ അടച്ചു വെക്കും. ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് എന്നും ഒത്തിരി ഓർക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇവിടുത്തെ ജയിൽ പുള്ളികൾ എവിടെ അടച്ചു വെക്കാറുള്ളത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തെളിച്ച് പറ. ഇവിടെ ആര് വന്നാലും അവർക്കൊക്കെ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ. തോറ്റുപോയാൽ അവരെ ജയിലിൽ അടച്ചു വെക്കും. എന്നിട്ട് ഈ സ്ഥലത്തെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. ഇനി അഥവാ ജയിച്ചാലോ അയാളെ ഷെൻസായി ഗോറില്ലയുടെ ടീമിലേക്ക് എടുക്കുകയും ചെയ്യും. ഇനിയിപ്പോ സമ്മതിച്ചില്ലെങ്കിൽ അയാളെയും ജയിലിൽ അടച്ചു വെക്കും. ഇവിടെ ഇപ്പൊ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളൊക്കെ ഒരു തരത്തിൽ ഞങ്ങളൊക്കെ ബന്ദികൾ തന്നെയാ. പിന്നെ അയാൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ഓടില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞാ ഇവിടെ ഉള്ള എല്ലാ ജോലിയും ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. പക്ഷേ ആ ജയിൽ എവിടെയാണെന്ന് പറ ചേട്ടാ. സെൻസൈ ഗുഹാൻ ഗൊറില്ലയുടെ പാലസില് എല്ലാ ബന്ദികളും അവിടെയാണെന്ന്. എന്റെ അമ്മോ, പക്ഷെ ആ പാലസിനകത്തേക്ക് നമ്മൾ എങ്ങനെ പോകും? അവിടെ ഗൊറില്ല ഗാർഡ്സ് ഒക്കെ കാണുമല്ലോ ചേട്ടാ. എനിക്ക് നിങ്ങളെല്ലാവരും അവിടെ കൊണ്ടുപോകാൻ സാധിക്കും. വാ പെട്ടെന്ന് പോവാം. ഇരിക്ക്. ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ. വാ പോവാം. സോറി ചേട്ടാ. ചേട്ടാ പത്തു എന്റെ ചങ്ക എന്റെ ബ്രോ, എനിക്ക് ജമ്പൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. ഒരു മിനിറ്റ്, ഇന്ന പിടിച്ചോ. എല്ലാവരും എന്റെ പുറകിൽ വരൂ. സൂപ്പർ. ഇങ്ങനെ ഓരോന്ന് എടുത്തു വെക്കേ. വന്നോളൂ വന്നോളൂ. മോട്ടു, നീ ആ വുഹാനെ പിന്തുടർന്ന് പോ. ഈ ഹൾക്കിനെ ഞങ്ങൾ നോക്കിക്കോളാം. അവസാനം എനിക്ക് ഡെവിൾസ് ഹാർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ഭൂമിയിൽ എന്നെ ആർക്കും തകർക്കാനാവില്ല. നിനക്ക് ഇത് എടുത്തോണ്ട് പോകാൻ കഴിയില്ല. നിങ്ങളാരാ? മുമ്പിൽ വാ. അയ്യോ, ഞാനാണ് ടാക്കാഹാഷി, ഈ ഡെവിൾസ് ഹാർട്ടിന്റെ പ്രൊട്ടക്ടർ. എന്ത്? ഈ ആരാണെങ്കിലും എവിടെ നിന്ന് വന്നതാണെങ്കിലും തിരികെ പൊക്കോ, അല്ലെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇത്രയും ദൂരം വന്നത് മടങ്ങിപ്പോവാനല്ല. ഞാൻ പറഞ്ഞതല്ലേ തിരിച്ചു പോകാൻ. ഞാൻ തിരിച്ചു പോകാനല്ല വന്നേ. അയ്യോ, ചതി കൊണ്ടാണ് തീ തോപ്പിച്ചേ. നീ നിന്റെ ആർട്ടിനെ അപമാനിക്കുകയാണ്. നല്ല ഫൈറ്ററാണ്, പക്ഷെ ഹൃദയം കൊണ്ട് നീ ദുഷ്ടനാ. പക്ഷെ എനിക്ക് സന്തോഷം ഇതോർക്കുമ്പോഴാ. അതായത് നിന്നെ തടയാൻ ഒരുത്തൻ വന്നു കഴിഞ്ഞു.
എനിക്ക് അയാളെ കാണാൻ സാധിക്കുന്നുണ്ട്. അയാള് നിന്നെ തടയും. എവിടെയാ ഉള്ളത്? ഞാൻ നിന്നെ ഇത് വെറുതെ വിടില്ല. ഈ മോട്ടു ഇവിടെ എത്തിയോ? ഇപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കാം. മഹാൻ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. മോട്ടു എന്നെ പിന്നെ തല്ല്. ആദ്യം ഇയാളെ രക്ഷപ്പെടുത്ത്. ഇതാരാ? ഇദ്ദേഹം എന്റെ ഗുരുവാണ്, സെൻസൈ ടാക്കഹാഷി. നമുക്ക് എന്ത് ചെയ്തും ആ ഡെവിൾസ് ഹാർട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തേ പറ്റൂ. എന്നെ ഒന്ന് സഹായിക്കും മോട്ടു. ചേട്ടക്കാരല്ലേ, ഞാനിപ്പൊ തന്നെ ഹാർട്ട് ചേട്ടനെ കൊണ്ട് തരാം. കിട്ടിയില്ല. ഈ അമ്മക്ക് എന്റെ നേരെ ആള് വരുന്നേ. എങ്ങനെ രക്ഷപ്പെടുന്നേ? അയ്യോ അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ ദേഹത്ത് കൊള്ളില്ല. ഇത് കൊണ്ടില്ല. മോട്ടു പെട്ടെന്ന് ചെയ്യ. ടാക്കഹാഷിയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് കിട്ടിപ്പോയി. അയ്യോ, വേണ്ട, ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, പെട്ടെന്ന് ഡെവിൾസ് ഹാർട്ട് എന്റെ കയ്യിലെത്താ. ഇതാ പിടിച്ചോ. മോട്ടു ഈ ഒരു വെറും പാവമാണ്. ഡെവിൾസ് ഹാർട്ട് എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്നെ ഈ ലോകത്ത് ആർക്കും നശിപ്പിക്കാനാവില്ല. എന്നെ ഈ ലോകത്തെ യാതൊരു ശക്തിക്കും എന്നെ തടയാനാവില്ല. രക്ഷിക്കണേ മോഹൻ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. പത്ലു, രക്ഷിക്കണേ. മോട്ടു എന്തോ ആപത്തിലാണ്. നമുക്കവനെ വേഗം രക്ഷിക്കണം. വരൂ. ബൈ മോട്ടു. ഈ ഞങ്ങളുടെ കൂടെ ഇവിടെ വേറെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോട്ടു 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 മോട്ടു, എന്റെ മോട്ടു, നീ എവിടെയാ? അയ്യോ, രക്ഷിക്കണേ. മോട്ടു കയ്യിൽ പിടിച്ചോ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കിട്ടി. ഇതാ പിടിച്ചു. മോട്ടു, ഐ ലവ് യു. കേറി വാ മോട്ടു, കേറി വാ. മോട്ടു ഒന്ന് വേഗം കേറ്. മുകളിലേക്ക് കേറി വാ. മോട്ടു മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ പത്തലു, എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? എന്താ പറ്റിയേ? എന്ത്? താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് എനിക്കിപ്പോ കുഴപ്പമില്ല. പക്ഷെ ആ ഹാർട്ട് വുഹാൻ ഗൊറില്ലയുടെ കയ്യിലായി കഴിഞ്ഞു. അങ്ങനെയാണോ? അയാളെ നിങ്ങൾ പെട്ടെന്ന് പോയി തടയണം. അത് നിനക്ക് മാത്രമേ സാധിക്കൂ.
ഞാൻ നിന്റെ അകത്തുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാ പറയണേ, നിനക്ക് മാത്രമേ വുഹാനെ തടയാൻ സാധിക്കൂ. നിന്റെ ആത്മവിശ്വാസത്തിന് മാത്രമേ അയാളെ തോൽപ്പിക്കാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ട് നീ അയാളെ ജയിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരാം. അയാളെ നശിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. നിനക്ക് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. ഞാനിപ്പോ മടങ്ങുക. ഞാനിതാ എത്തിക്കഴിഞ്ഞു വുഹാൻ. ഇന്ന് ആ സമയം വന്നിരിക്കുന്നു. ഞാൻ വർഷങ്ങളോളം ആഗ്രഹിച്ച ആ സമയം. ഇപ്പം പൂർണ്ണചന്ദ്രൻ ഇറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പൊ നിങ്ങൾ എല്ലാവരും അത്ഭുതം കാണാനായിട്ട് തയ്യാറായിക്കോളൂ. വുഹാൻ, നീ ഇവിടെയും വന്നോ? ഡെവിൾസ് ഹാർട്ട് സ്വന്തമാക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. പിടിച്ചോ. ഇന്ന് നിന്റെ തോൽവിയുടെ ദിവസമാണ് വുഹാൻ. What is happening? ഇനി വാ മോട്ടു. മോട്ടു നിൽക്ക. മോട്ടു, ഞാൻ പോവണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. വുഹാൻ, ഇന്നാ നിനക്കുള്ളത് വരുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. പത്തില് പേരും വീട്ടിൽ എന്റെ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യില്ലെന്നറിയില്ലേ? ഏതെങ്കിലും പെട്ടെന്ന് ആലോചിക്കേ. അല്ല മോട്ടു, ഇവനെ ആർക്കും ഭൂമിയിൽ വെച്ച് തോൽപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അല്ല, അപ്പൊ അവനെ ആകാശത്ത് വെച്ച് തോൽപ്പിക്കാലോ. അടിപൊളി ഐഡിയ. വാ, നമുക്ക് അവന് മോട്ടു പത്ലുവിന്റെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കാം. പവർ.
ഇനിയിപ്പോ എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. എങ്കിൽ നീ ഇത് പിടിക്ക്, പിടിക്ക്, ഇതും പിടിക്ക്, 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 പിടിക്ക്. അവനെ വെറുതെ വിടരുത്. Come on. അങ്ങനെ തന്നെ. Yes. പിടിക്ക്, 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 പിടിക്ക്. ഇതാ പിടിക്ക്, ഇത് പിടിക്ക്, 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 പിടിക്കടാ, ഇതാ, പിടിക്കടാ. പത്തലു. പത്തലു. മോട്ടു, ഷിംസെ തക്കാഷി പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചോളൂ. ശരിക്കും ഓർമ്മിക്ക്. അദ്ദേഹം എന്താ നിന്നോട് പറഞ്ഞത്? അതെ, നിന്റെ ആത്മവിശ്വാസത്തിന് മാത്രം അയാളെ തോൽപ്പിക്കാൻ കഴിയൂ. എന്ത് ചെയ്താലും നീ നിന്നെ തന്നെ വിശ്വസിച്ചിട്ട് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും. എനിക്കിവനെ തോൽപ്പിക്കാൻ കഴിയും, എനിക്കിവനെ തോൽപ്പിക്കാൻ കഴിയും, എനിക്കിവനെ തോൽപ്പിക്കാൻ കഴിയും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്കുള്ളത് ഇതാ പിടിച്ചോ. ഞാനിതാ വരുന്നു. നിന്റെ കഥ ഇതോടെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇത്? ദേ പോകുന്നു വുഹാൻ. കലക്കി. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സേഫ് ആണ്. മോട്ടു പത്ലു, നിങ്ങൾക്ക് ഞാൻ വളരെയധികം താങ്ക്സ് പറയുന്നു. എന്റെ അനിയനെ രക്ഷപ്പെടുത്തിയില്ല നിങ്ങള്. വളരെയധികം താങ്ക്സ് പറയുന്നു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചേട്ടൻ ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതെ, നിങ്ങൾ എന്നെ മാത്രമല്ല രക്ഷപ്പെടുത്തിയത്, ഇവിടെ എന്നെ പോലുള്ള എല്ലാവരെയുമാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ അടിമകളായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വരൂ, നമുക്ക് മോട്ടുവിന് ഒരു അടിപൊളി സമോസ പാർട്ടി കൊടുക്കാം. मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी। Watch India's largest kids library only on Jio Hotstar. Download the app now.